ഡിയർ ഫ്രണ്ട്സ്, പെറ്റ്ലാൻഡ് ലീഫിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. ഓരോ യാത്രയും പുതിയ അനുഭവങ്ങളും കാഴ്ചകളും നമുക്ക് സമ്മാനിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് മലേഷ്യയുടെ ഹൃദയഭാഗമായ കോലാലംപൂരിലുള്ള KLCC അക്വേറിയത്തിലേക്കാണ്. ഞങ്ങള് 40 പേരുള്ള ഒരു ഗ്രൂപ്പാണ് പോയത്. നമ്മൾ ഓരോരുത്തരെയായി അക്വേറിയത്തിനകത്ത് കടത്തിവിട്ടു. നമ്മൾ അകത്ത് കടക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള മീനുകൾ നീന്തി തുടിക്കുന്നത് കാണാം. ചെറിയ മീനുകൾ മുതൽ വലിയ സ്രാവുകൾ വരെ ഇവിടെയുണ്ട്. 6000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലകളിലായിട്ടാണ് ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. 250-ലധികം സ്പീഷീസുകളിലായി 5000-ൽ പരം ജീവികളെ ഇവിടെ കാണാം. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണമായ 90 മീറ്ററിലധികം നീളമുള്ള അണ്ടർ വാട്ടർ ടണലിലോട്ടാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു ഗ്ലാസ് പാളിയുടെ അപ്പുറവും ഇപ്പുറവുമായി നമ്മളും കടലിലെ ജീവികളും. അതിലൂടെ നടക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ സ്രാവുകളും ആമകളും വലിയ മീനുകളും എല്ലാം നീന്തി പോകുന്നത് കാണാം. ശരിക്കും ഒരു ഗംഭീര അനുഭവം തന്നെയാണത്. നമ്മൾ കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്ന നമ്മൾക്ക് പോലും ഭയങ്കര ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് ചെന്നെത്തുന്നത് പോലെയാണ് തോന്നുന്നത്. കടൽ മത്സ്യങ്ങളെ കടലിൽ നിന്നും പിടിച്ച് കരയിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിപ്പോ ആ ടണലിനകത്തൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ എങ്ങനെയാണോ കടലിനകത്ത് സന്തോഷത്തോടെ അവരെല്ലാം നീന്തി തുടിച്ച് നടക്കുന്നത്, അതെല്ലാം തന്നെ, ആ കാഴ്ചകളെല്ലാം തന്നെ ഒരു ഗ്ലാസ് പാളിയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് നമുക്കത് കാണുവാൻ സാധിക്കും. ഒരു സ്രാവും ഒരു കൂട്ടം മത്സ്യങ്ങളും നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ഒരു കാഴ്ച. പുതിയ ഒരാളിന്റെ വരവുണ്ട്. നമ്മുടെ തെരണ്ടി മീനാണ്. പുള്ളിക്കാരന്റെ വരവ് കണ്ടാൽ നമ്മുടെ ഒരു സിനിമയില്ലേ, കിളിച്ചുണ്ടൻ മാമ്പഴം, അതിനകത്ത് ജഗദീഷ് ശ്രീകുമാർ രാത്രികാലങ്ങളിൽ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഓടി നടക്കില്ലേ, അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു രീതിയിലാണ് തെരണ്ടിയുടെ വരവ്. ഇതാ നോക്കിക്കേ. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ഒരു പഠന കേന്ദ്രം കൂടെയാണ്. കാരണം ഓരോ ജീവിയെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്ന ബോർഡുകൾ അവിടെയുണ്ട്. അതുവഴി കുട്ടികൾക്കും മുതിർന്നവർക്കും നമ്മുടെ സമുദ്ര ആവാസ വ്യവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. 2005 ആഗസ്റ്റ് 20 ആണ് ഈ അക്വേറിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഓരോ ടാങ്കിലും പലതരം ജീവികളെയാണ് ഇതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. ചില ടാങ്കുകളിൽ നിറയെ വർണ്ണാഭമായ മത്സ്യങ്ങൾ, മറ്റു ചില ടാങ്കുകളിൽ വിചിത്രങ്ങളായ രൂപങ്ങളുള്ള ജീവികൾ. ഇതെല്ലാം കണ്ടപ്പോൾ മറ്റൊരു ലോകത്തെത്തിയതുപോലെ തോന്നി. എനിക്കും മത്സ്യങ്ങളെ പോലെ ഒരു കണ്ണാടിക്കൂട്ടിൽ നിൽക്കുവാനുള്ള ഒരു അവസരവും ലഭിച്ചു. സ്പോട്ടഡ് ഗാർഡൻ ഈൽ
നോക്കിയേ, അതിൻ്റെ വാലിൽ കുത്തി അത് മുകളിലോട്ട് പൊങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുത്തി മുകളിലോട്ട് പൊങ്ങി വരുമ്പോൾ അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിനൊരു മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വർണ്ണാഭമായ പവിഴപ്പുറ്റുകൾ, കടൽ കുതിരകൾ, ജെല്ലി ഫിഷുകൾ, സ്റ്റാർ ഫിഷുകൾ തുടങ്ങി നമ്മൾ പുസ്തകങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള പലതരം ജീവികളെയും ഇവിടെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ദ ഡീപ് സീ, ആഴക്കടലിലെ അത്ഭുത ലോകം നേരിട്ട് കാണാൻ അവസരം ലഭിക്കുക എന്നത് വളരെ അപൂർവമല്ലേ? അങ്ങനെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തിളക്കമുള്ള പച്ച നിറവും മരങ്ങളിൽ വസിക്കുന്നതുമായ ഗ്രീൻ ട്രീ പൈത്തൺ വിഷമില്ലാത്ത പാമ്പാണ്, പക്ഷെ ഇരകളെ ഞെരിച്ചു കൊല്ലാനുള്ള കഴിവുണ്ട്. ഇന്നത്തെ എൻ്റെ യാത്രാ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.